Hi friends, welcome to TraceKTU. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ നേരത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ട് അല്ലേ? എൽ ഓഫ് വൺ എന്താണെന്നും എൽ ഓഫ് ടി എന്താണെന്നും ഒക്കെ. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റിസൾട്ടുകൾ ഞാൻ എഴുതി പോവാണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്താണ്? 1 ആണ്. അടുത്തതോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² എന്താണ്? ടി ആണ്. ഓക്കെ, ഇനി അടുത്തതോ L inverse of 1/s raised to n plus 1 ചോദിച്ചാൽ t raised to n divided by n factorial ആണ് വേണ്ടത്. അടുത്ത L inverse of 1/s minus a എന്ന് വന്നാൽ എന്തായിരുന്നു? അതായത് നേരെ തിരിച്ചു വരുന്നു. ഇത് എന്തിന്റെ? ഈ 1/s minus a എന്ന് പറയുന്നത് എന്തിന്റെ ട്രാൻസ്ഫോമാ? എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ തിരിച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതെന്തിന്റെ ആയിരുന്നു? e raised to at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s minus a. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നത്? e raised to at ആണ് വരുന്നത്. അടുത്തതോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s/s² plus a². ഇതൊക്കെ എന്താ? cos at ആണ് വരുന്നത് അല്ലെ? cos at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെ s/s² plus a². ഇനി അടുത്തത് L ഇൻവേഴ്സ് ഓഫ് 1/s² plus a². ഇതെന്ന് പറയുന്നത് എന്താണ്? sin at/a യുടെ ആണ്. sin at/a. ആ a ഉണ്ട്. സൈൻ നമ്മൾ എഴുതുമ്പോൾ sin at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം a/s² plus a². അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ആ a എന്താണ്? sin at യുടെ അടിയിൽ കൊണ്ടു വരുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s² minus a² എന്ത് കിട്ടുന്നു? sin hat ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s² minus a² എന്ന് കിട്ടുന്നു? cos hat എന്ന് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ഓരോരോ പ്രോബ്ലങ്ങളിലേക്ക് പോകാം. പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 4 divided by s plus 1 all raised to 4. മെയ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മളിത് കാണാൻ പറഞ്ഞിരിക്കുന്നത് L ഇൻവേഴ്സ് ഓഫ് 4/s plus 1 all raised to 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടി എന്താ നിങ്ങളെ അറിയാവോ? അതായത് നമ്മൾ 1/e raised to ന്റെ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് എഴുതിയില്ലായിരുന്നു. ഇവിടെ ഇതിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചു. L ഇൻവേഴ്സ് ഓഫ് 1/s plus a whole raised to n എന്ന് പറയുന്നത് t raised to n minus 1 divided by n minus 1 factorial into e raised to minus at. ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് 4 എടുത്ത് നമ്മൾ വെളിവിട്ടു. അപ്പൊ L ഇൻവേഴ്സ് ഓഫ് 1/s plus 1 whole raised to 4 എന്നായി മാറി. കമ്പയർ ചെയ്തേ. അപ്പോ എസ് പ്ലസ് എ എന്താണ്? എ ഇവിടെ 1ഉം n എന്ന് പറയുന്ന 4ഉം ആണ്. നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഏതുമായിട്ടാ? ഏതുമായിട്ട്? അപ്പൊ t raised to n plus 1 അല്ലേ? സോറി, t raised to n minus 1 അല്ലേ? എന്ത് കിട്ടുന്നു? 4 ഉണ്ട് കേട്ടോ. 4 into t raised to 3a divided by 3 factorial into e raised to minus 2. അതായത് 4 e raised to minus t cube by 3 factorial. ഓക്കെ, അപ്പൊ ഈ മോഡലിലുള്ളതൊക്കെ ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയോ. L inverse of 1/s
എസ് സ്ക്വയർ പ്ലസ് 5 ഇതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? എൽ ഇൻവേഴ്സ് ഓഫ്, ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 ബൈ ഇത് കണ്ടോ, എസ് സ്ക്വയർ പ്ലസ് 5 എന്നാണ് കിടക്കുന്നത്. എസ് സ്ക്വയർ പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പഠിച്ചതല്ലേ? എന്തായിരുന്നു? സൈൻ 80 ബൈ എ എന്നല്ലേ? ഇവിടെ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്താ 5 ആണ് കിടക്കുന്നത്, അതായത് √5. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √5 ആണ്. അപ്പൊ ഇത് എന്ത് കിട്ടുന്നു? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, എസ് സ്ക്വയർ പ്ലസ് √5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? സൈന് √5 ടി ഡിവൈഡഡ് ബൈ √5. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ മെയിൻ ആണ്. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. അപ്പൊ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണ്. നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് ഓരോ ടൈമിലും സ്പ്ലിറ്റ് ചെയ്യുന്നു. എസ് സ്ക്വയർ ബൈ എസ് ക്യൂബ് 3s by s cube plus 8 by s cube which is equal to ഇതും പോയി 2 വന്നു. L inverse of 1 by s minus 3 by s square plus 8 by s cube എന്ന് വന്നു. ഇനി ഓരോന്നും നമ്മൾ കാണുക. this ആണ് ഓരോന്നിന്റെ L inverse ആണ്. അപ്പൊ L inverse of 1 by s കാണുന്നു minus 3 into L inverse of 1 by s square കാണുന്നു പ്ലസ് 8 into L inverse of 1 by s cube കാണുന്നു, s cube. അപ്പൊ L inverse of 1 by s എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താ? മൈനസ് 3 into L inverse of 1 by s square t ആണെന്ന് അറിയാം പ്ലസ് അടുത്തതോ? അടുത്ത എങ്ങനെ കാണുന്നത്? L inverse of s raised to, അതിന്റെ ആ റിസൾട്ട് എന്താ? s raised to n plus 1ന്റെ എന്തായിരുന്നു? t raised to n ഡിവൈഡ് ബൈ n ഫാക്ടർ അല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞ റിസൾട്ട് ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. പറഞ്ഞത് L inverse of 1 by s raised to n plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t raised to n ഡിവൈഡ് ബൈ n ഫാക്ടർ. ഇത് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 8 into ഇവിടെ 3 ആ വന്നത്, അപ്പൊ 2 അല്ലേ ഇന്ന് n 2 t സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടർ എന്ന് കിട്ടും. അതായത് 1 മൈനസ് 3t പ്ലസ് ഇതും കൂടെ വെട്ടിയിട്ട് ഇവിടെ 4 വരില്ലേ, 4t സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. L inverse of 3s plus 2 divided by s square plus 9 which is equal to L inverse of ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 3s divided by s square plus 9 plus 2 divided by s square plus 9 which is equal to 3 into L inverse of s divided by s square plus 9 plus 2 into L inverse of 1 by s square plus 9 which is equal to 3 into ഇതെന്താ കിട്ടുന്നത്? s by s square plus 9ന്റെ ഇൻവേഴ്സ് എന്താ? ഇത് നമ്മൾ കോസിന്റെ അല്ലേ ഈ ഒരു മോഡലിൽ വരുന്നത്. അപ്പൊ കോസ് ഇവിടെ എന്താ? a എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എന്താണ്? 9 അല്ലേ? അപ്പൊ a t ആണ്. അപ്പൊ 3 cos 3t പ്ലസ് 2 into ഇതെന്ത് കിട്ടുന്നു? ഇത് സൈൻ 80 ബൈ എ ഫോം അല്ലേ? അപ്പൊ ഇവിടെ a 3 അല്ലേ? അപ്പൊ സൈൻ 3t ബൈ 3 എന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റിസൾട്ടുകളും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓരോ പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. L inverse of s divided by s square plus 6x plus 25 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ കണ്ട ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ നമുക്ക്
എസ് സ്ക്വയർ ഉണ്ട്, 6x ഉണ്ട്, 25 ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാം. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ഉള്ളത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നോക്കും. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന എങ്ങനെ? ഒരു ഇതിനെ ക്വാഡ്രാറ്റിക്കിനെ ഇതിന്റെ എസിന്റെ കോയഷ്യന്റിന്റെ ഹാഫ് എടുത്ത് അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. എസിന്റെ കോയഷ്യൻ എന്താ? 6 ആണ്. 6ന്റെ ഹാഫ് എന്താ? 3 ആണ്. 3ന്റെ സ്ക്വയർ എന്താ? 9 ആണ്. 9 ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തു. ഇപ്പൊ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 മൈനസ് 9 പ്ലസ് 25 ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ ഇതെന്ത് കിട്ടുന്നു? ഈ ഒരു ടേം നോക്കി, ഇതെന്താ? എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 എന്ന് കിട്ടുന്നു അല്ലേ? അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? നമ്മൾ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് അതായത് ഇവിടെ ഡിനോമിനേറ്ററി നമ്മൾ നോക്കി, ഡിനോമിനേറ്ററി എസിന്റെ കൂടെ ഒരു +3 ആഡ് ചെയ്തേക്കുക. അപ്പോൾ ഇതിന് എസിന്റെ കൂടെ ഇപ്പോൾ എസിൽ താഴെ ഒരു 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലും ഒരു 3 ആഡ് ചെയ്യണം. അതെങ്ങനെ? നമ്മൾ ഈ മറ്റേ ലാപ്ലേസ് പഠിച്ചിട്ടില്ലേ? എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എ എന്നൊക്കെ പഠിച്ചിട്ടില്ല. അപ്പൊ എസ് വരുന്നിടത്തെല്ലാം നമ്മൾ +a ആഡ് ചെയ്യുകയല്ലേ? ആ ഒരു ഇതിൽ നമ്മൾ ഇതിനെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ S+3 വന്നിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഈ എസിന്റെ കൂടെയും ഒരു +3യുടെ ടേം വരണം. അപ്പൊ അത് അങ്ങനെ ഓക്കെ ആക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ന്യൂമറേറ്ററിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു 3 ആഡ് ചെയ്യുന്നു, ഒരു 3 സബ്സ്ട്രാക്ട് ചെയ്യുന്നു, ഈക്വൽ ആയി ഡിവൈഡഡ് ബൈ S+3 ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആയിട്ട്. ഇനി നമ്മൾ ചിന്തിക്കണം, ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചിന്തിക്കണം. ഇനിയിപ്പോ ചെയ്യാനായിട്ട് ഇതൊരു ടേമായിട്ട് അങ്ങ് എടുത്താൽ മതി. ഇതൊരു ടേമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ എന്താണ് ഈ S+3 വരുന്ന ഒരു ടേമായിട്ട് അതിന്റെ ഡിനോമിനേറ്റർ S+3 ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ കിട്ടും. അപ്പൊ അതിന്റെ ഇത് നമുക്കറിയാമല്ലോ, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എന്ന് പറയുന്ന ഫോം e⁻⁸ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് അല്ലേ? ഏതായിരുന്നു? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് എൽ ഇൻവേഴ്സ് ഓഫ് S+3 divided by S+3 the whole square plus 4 square minus 3a L inverse of 1 divided by S+3 the whole square plus 4 square. Okay. ഇനിയിപ്പോ ആദ്യത്തേത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എൽ ഇൻവേഴ്സ് ഓഫ് e⁻⁸ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എന്തോ പഠിച്ചേ? എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടിട്ട് അതിനകത്ത് എസിന്റെ ആണ് നമ്മൾ S-a കൊടുക്കണമെന്നല്ല പഠിച്ചു. അപ്പൊ ഇത് നേരെ നിങ്ങൾ തിരിച്ചാലോചിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് എസ് അല്ലേ? എഫ് ഓഫ് എസിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എസിന്റെ അവിടെ S-a കൊടുക്കണം. അതായത് എഫ് ഓഫ് S-a ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇൻവേഴ്സ് ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് S-a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? e⁻⁸ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്നാണ് വരുന്നത് അല്ലേ? എഫ് ഓഫ് എസ്. അപ്പൊ നമുക്ക് ഈക്വൽ ടു e⁻⁸ വരും. e⁻⁸ ഇവിടെ എന്താണ്? e⁻3t. 3t അല്ല, -3t അല്ലേ? S+3 എന്നല്ല കിടക്കുന്നത്. അപ്പൊ മൈനസ് വരും അല്ലേ? ഈക്വൽ ടു e⁻−3t L inverse of S divided by S square plus 16 minus 3 into ഇവിടെയും e⁻−3t L inverse of 1 by S square plus 4 square. Okay. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. എന്താ? e⁻−3t L inverse of S അത് cos 4t വരും അല്ലേ? -3 e⁻−t ഇതെന്ത് കിട്ടുന്നു? സൈൻ്റെ അല്ലേ? sin 4t/4 എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ.
അങ്ങനെ അടുത്തൊരു പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. L inverse of 3s minus 2 divided by s square plus 2s plus 6 which is equal to L inverse of 3s minus 2 divided by ഇവിടെ താഴെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക 2s ഹാഫ് 1 സ്ക്വയർ 1 ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തു പ്ലസ് 6 is equal to ഇത് ഒറ്റ ടൈം ആയിട്ട് എടുക്കണം. അപ്പോൾ s പ്ലസ് L inverse of 3s minus 2 s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മുകളിൽ ഒരു s plus 1 വരണം അല്ലേ, താഴെ ഒരു s plus 1 ഉണ്ടെങ്കിൽ മുകളിലും വേണ്ടേ. അപ്പൊ L inverse of 3s നമ്മള് ഒരു 3 നമ്മൾ ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ s plus 1 എന്നുള്ള ഫോം കിട്ടും അല്ലേ. വേണ്ടേ, ഒരു 3 ഞാൻ ആഡ് ചെയ്തു. ഈ 3 പ്ലസ് 3s പ്ലസ് 3ക്കകത്തുനിന്ന് 3 എടുത്ത് വെളിയിടുമ്പോൾ s plus 1 ആകത്തില്ലേ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 5. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതൊരു ബ്രാക്കറ്റ് ആണ് കൊടുക്കും, അടുത്ത ടൈം ആയിട്ട് കൊടുക്കും. അപ്പോൾ L inverse of 3s പ്ലസ് 3യും ഇവിടെ ഒരു -5 വന്നു ഡിവൈഡഡ് ബൈ s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 എന്ന് കിട്ടും. ഇനി ആ ന്യൂമറേറ്ററിലുള്ള ആ ഒരു ബ്രാക്കറ്റിനകത്തുനിന്ന് ആ 3 എടുത്ത് വെളിയിട്ട്, അപ്പോൾ s plus 1 ആയില്ലേ, -5 ഡിവൈഡഡ് ബൈ s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 ആയി. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആ s plus 1 വരുന്ന ന്യൂമറേറ്ററി വരുന്ന ടേം ഒരു ടേമായിട്ട് നമ്മൾ എടുക്കണേ. അപ്പോൾ L inverse of 3 into s plus 1 divided by s plus 1 whole square plus 5 first day minus 5 into L inverse of 1 by s plus 1 whole square plus 5. അപ്പോൾ എന്ത് കിട്ടുന്നു, which is equal to 3 into L inverse of s plus 1 divided by s plus 1 whole square plus 5 എന്നും minus 5 into L inverse of 1 by s plus 1 whole square plus 5 എന്നും കിട്ടുന്നു. It is equal to 3 into L inverse of ഇതെന്താ കിട്ടുന്നത്, ഇത് വന്ന് എന്താ ഇ റേസ് ടുന്റെ ആ ഒരു ഇതല്ലേ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ്. അപ്പൊ ഇ റേസ് ടു മൈനസ് ടി ഇവിടെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് വരും അല്ലേ. L inverse of എസ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടുന്നു, എസ് സ്ക്വയർ പ്ലസ് 5 എന്നായി. -5 എന്തുവാ, ഇത് ഇ റേസ് ടു മൈനസ് ടി L ഇൻവേഴ്സ് കൊടുത്തില്ലല്ലോ, ഇ റേസ് ടു മൈനസ് ടി. അതായത് ഈ സംഭവം എന്താ വരുന്നത്, ഇവിടെ നോക്കുന്നത് ഇത് കണ്ടോ, s plus 1 എന്നല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇ റേസ് ടു എ ടി എന്ന് പറയുന്ന ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അല്ലേ, s is equal s minus a എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നേരെ തിരിച്ച് ആലോചിക്കണം. അപ്പോൾ ഇത് ഈ ഒരു s plus 1 എന്നുള്ള സാധനം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇ റേസ് ടു മൈനസ് ടി ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഇ റേസ് ടു മൈനസ് ടി എടുത്ത് കഴിഞ്ഞു. അപ്പൊ L inverse ഓഫ് ഒരു സെക്കൻഡ്, ഈ L inverse h പോലെ. അപ്പൊ L inverse ഓഫ് എന്ത് കിട്ടുന്നു, 1 by s സ്ക്വയർ പ്ലസ് 5 ആയി. കണ്ടോ, s plus 1 മാറി, ഇ റേസ് ടു മൈനസ് ടി ഫ്രണ്ടിലോട്ട് കൊടുത്താം. ഇനി ഇത് നമ്മൾ ചെയ്താൽ പോരെ, 3 ഒന്ന് വെയിറ്റ് ചെയ്യുക, 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി. ഇതെന്താ കോസ് അല്ലേ വരുന്നത്, ഈ എസ് ന്യൂമറേറ്റർ വരുന്ന എല്ലാം കോസാ. കോസ് റൂട്ട് 5t, ഇവിടെ 5 അപ്പോൾ കോസ് റൂട്ട് 5t മൈനസ് 5 ഇ റേസ് ടു മൈനസ് ടി സൈൻ റൂട്ട് 5t ഡിവൈഡ് ബൈ റൂട്ട് 5 എന്ന് വരും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളെ കൂടുതൽ ചെയ്ത് നോക്കേണ്ടതാണ്.